ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അല്പമായി വായിച്ച് ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. തീത്തോസിനെ കുറിച്ചും തീത്തോസിനെ എന്തിനാണ് പൗലോസ് അപ്പോസ്തലൻ ക്രേത്തയിലേക്ക് അയച്ചത്, അല്ലെങ്കിൽ ക്രേത്തയിൽ വിട്ടേച്ച് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന പ്രകാരമാണ്: ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അപ്പോൾ ക്രേത്തയിലുള്ള സഭയിൽ ക്രമീകരിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ക്രമീകരിക്കണം. അതുപോലെ തന്നെ ക്രേത്തയിലെ സഭകളിൽ മൂപ്പന്മാരെ നിയോഗിക്കണം. ഈ 2 ഉത്തരവാദിത്വങ്ങളാണ് തീത്തോസിന് പൗലോസ് അപ്പോസ്തലൻ ഏൽപ്പിച്ചത്. അതിനുശേഷം ഈ മൂപ്പന്മാർക്ക് വേണ്ടുന്നതായിട്ടുള്ള യോഗ്യതകളെ കുറിച്ചാണ് നമുക്ക് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് മൂപ്പൻ എന്നുള്ള പേരല്ല പൊതുവെ ഇടയൻ അല്ലെങ്കിൽ പാസ്റ്റർ എന്നുള്ള നിലയിലാണ് ഭൂരിപക്ഷം സഭകളിലും അറിയപ്പെടുന്നത്. എന്നാൽ ബൈബിളിൽ ഇടയൻ എന്നുള്ളതിനേക്കാൾ ഏറെ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പാസ്റ്റർ എന്നുള്ളതിനേക്കാൾ ഏറെ ഉപയോഗിച്ചിട്ടുള്ളത് മൂപ്പൻ എന്നാണ്. എന്നാൽ ഇത് രണ്ടും സഭയെ ശുശ്രൂഷിക്കുന്നതായ, സഭയെ നടത്തുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് എന്ന് നമുക്ക് ദൈവവചനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് മൂപ്പന്മാർ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷയാണ്. മൂപ്പൻ എന്ന് പറയുന്നത് ആ ഒരു സ്ഥാനത്തെ കുറിക്കുന്നുവെങ്കിൽ അവര് ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സഭകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ദാനങ്ങളെ കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഈ ഒരു ഗണത്തിൽ മൂപ്പന്മാർ എന്ന് പറയുന്നതായ ഒരു ഗണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയോഗിക്കപ്പെട്ട ആളുകളെയാണ് മൂപ്പന്മാർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു വാക്യം, ഒരു വേദഭാഗം കൂടെ വായിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ തന്നെ ഒരു അപ്പോസ്തലനാണെങ്കിൽ പോലും ഒരു കൂട്ടുമൂപ്പനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ വിശ്വാസികളെ മേയിച്ചുകൊള്ളുവിൻ എന്നല്ല, ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. ആട്ടിൻകൂട്ടത്തെ മേയിക്കുക എന്ന് പറയുന്നത് ഒരു ഇടയ ശുശ്രൂഷയാണല്ലോ. അത് മാത്രമല്ല, അടുത്ത 3-ാമത്തെ വാക്യത്തിൽ ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. അവിടെയും ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി തീരുക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അധ്യക്ഷത ചെയ്യുക എന്നും നാം വായിക്കുന്നുണ്ട്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം പഠിച്ചപ്പോൾ അവിടെ അധ്യക്ഷനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെയും അത് മൂപ്പന്മാരെ കുറിച്ചാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ മൂപ്പന്മാരെ നിയമിക്കണം എന്ന് പറയുമ്പോൾ ഇടയന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളും അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശരി, മൂപ്പൻ കുറ്റമില്ലാത്തവനും യോഗ്യതകളെ കുറിച്ചാണ് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ആദ്യം പറയുന്നത് മൂപ്പൻ കുറ്റമില്ലാത്തവനായിരിക്കണം. അത് വായിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് തോന്നാം, കുറ്റമില്ലാത്തവരായിട്ട് ആരാണ് ഈ ലോകത്തിലുള്ളത്? അങ്ങനെ ഒരാൾ പോലും ലോകത്തിലില്ലല്ലോ. അപ്പോൾ പിന്നെ ആർക്കാണ് ഒരു മൂപ്പനാകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. മൂപ്പൻ കുറ്റമില്ലാത്തവനായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരാളുടെ മാനസാന്തരത്തിന് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല. മാനസാന്തരത്തിന് ശേഷം യോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളായിരിക്കണം. കുറ്റകൃത്യങ്ങളിലൊന്നും അങ്ങനെ ആരോപിതനായിട്ടുള്ള ആളുകളോ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്നതായിട്ടുള്ള ആളുകളോ ആവരുത്.
എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതല്ലാതെ ഒരു പരിപൂർണനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് മൂപ്പൻ ആക്കാനായിട്ട് യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ലോകത്തിൽ ആരും അങ്ങനെ പൂർണ്ണതയുള്ളവരില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഏക ഭാര്യയുള്ളവനും, അപ്പോൾ ഒരു ഭാര്യ മാത്രമേ ഒരു മൂപ്പന് പാടുള്ളൂ. എന്തുകൊണ്ടാണ് ഏക ഭാര്യയുള്ളവനായിരിക്കണം മൂപ്പൻ എന്ന് പറയുവാനായിട്ടുള്ള കാരണം? നമുക്കറിയാം, ഇത് പ്രത്യേകിച്ച് ഇവിടെ തീത്തോസിന് എഴുതുമ്പോൾ ക്രേത്തയിലെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ക്രേത്ത അന്നത്തെ എല്ലാ സാമൂഹിക അനാചാരങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരുന്നു. നമ്മളതിനെ കുറിച്ച് ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. അവര് ദുഷ്ടചിന്തകൾ എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളായിരുന്നു. അപ്പം ബഹുഭാര്യത്വം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് അന്ന് ജാതികളുടെ ഇടയിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരും അവരിൽ മക്കളും ഉണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒക്കെ സുവിശേഷ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ഇതേ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. 2-3 ഭാര്യമാരുള്ളതായിട്ടുള്ള ആളുകളും അവരിലൊക്കെ 8, 10, 15, 20 കുട്ടികളുള്ളതുമായിട്ടുള്ള ആളുകളുണ്ട്. അവരെ ഭാര്യമാരെ ഒഴിവാക്കണമെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥയില്ല. അതുകൊണ്ട് അവരുടെ ഈ വിവാഹം എന്ന് പറയുന്നത്, ഒന്നിലധികം ആളുകളെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നതൊക്കെ അവര് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് എന്നുള്ളതും അവിടെ പ്രസക്തമാണല്ലോ. എന്നാൽ ഒരാളെ സഭയുടെ മൂപ്പൻ അല്ലെങ്കിൽ ഇടയൻ എന്നുള്ള സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഒരു ഭാര്യയുള്ള ഒരാളെ മാത്രമേ പരിഗണിക്കുവാനായിട്ട് പാടുള്ളൂ എന്നാണ്. ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവര് എത്ര മറ്റ് യോഗ്യതകളുള്ള ആളുകളാണെങ്കിലും അവരെ മൂപ്പൻ എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് നിയോഗിക്കുവാനായിട്ട് പാടില്ല. പിന്നെ ദുർനടപ്പിന്റെ സ്തുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അപ്പോൾ ഒരു മൂപ്പന്റെ യോഗ്യത മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ദുർനടപ്പിന്റെ സ്തുതിയോ, ദുർനടപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ, വിവാഹത്തിന് പുറമേ ഉള്ളതായ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരിക്കണമെന്നല്ല. അതിന്റെ ശ്രുതി, അതിനെക്കുറിച്ചൊരു കേട്ടുകേൾവിയെങ്കിലും ഉള്ള മക്കൾ ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ അനുസരണക്കേടോ ഇല്ലാത്തതായ വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. ഒരു മൂപ്പന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമാണ് നമുക്ക് ഈ യോഗ്യതകളിൽ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് മക്കള് വിശ്വാസികളായിരിക്കണം, അനുസരണക്കേടില്ലാത്തവരായിരിക്കണം, ദുർനടപ്പില്ലാത്തവരായിരിക്കണം എന്നല്ല, ദുർനടപ്പിന്റെ ശ്രുതി പോലും ഉള്ളവരാകുവാനായിട്ട് പാടില്ല. അങ്ങനെ വിശ്വാസികളല്ലാത്ത മക്കളുള്ളവർക്കോ അനുസരണക്കേടായിട്ട് വഴിതെറ്റി നടക്കുന്നതായിട്ടുള്ള മക്കളോ അല്ലെങ്കിൽ ദുർനടപ്പിന്റെ എന്തെങ്കിലും ശ്രുതി ഉള്ളതായ മക്കളോ ഉള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു മൂപ്പൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. 7-ാമത്തെ വാക്യത്തിൽ മൂപ്പൻ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അധ്യക്ഷൻ എന്നുള്ള ഒരു പദത്തിലേക്ക് അവിടെ വരികയാണ്. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയാൽ അനിന്ദ്യനായിരിക്കണം. അധ്യക്ഷൻ, അത് മൂപ്പൻ എന്നുള്ള വാക്കിന് പകരം ഉപയോഗിക്കുന്നതായുള്ളൊരു വാക്കാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തില് നാം പഠിച്ചപ്പോൾ അവിടെ അധ്യക്ഷൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഗ്രീക്കിൽ 2 വ്യത്യസ്തമായിട്ടുള്ള പദങ്ങളാണ്, പക്ഷെ ഒരേ കാര്യത്തെ അല്ലെങ്കിൽ ശുശ്രൂഷയെ ആണ് അത് കാണിക്കുന്നത്. ദൈവത്തിന്റെ ആകയാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മൂപ്പന് വലിയ യോഗ്യതകൾ, അതായത് ലോകത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെയും ഉത്തരവാദിത്വത്തിലുള്ളതായ ആളുകൾക്ക് പറയാത്തതായിട്ടുള്ള വലിയ യോഗ്യതകൾ എന്തുകൊണ്ടാണ് മൂപ്പന്മാർക്ക് അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാർക്ക് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവര് ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ്. ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരെന്ന് പറയുന്നത് അത് ഒരു സാമാന്യ യോഗ്യത, അതിന് വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമല്ല. അതിന് ശരിക്കും ജീവിതത്തിന്റെ യോഗ്യതയാണ് അതിനെ കണക്കാക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നമുക്കൊരിക്കലും തിയോളജിക്കൽ ഡിഗ്രിയെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല.
എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ഗ്രഹവിചാരകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ സഭയാണ്. ദൈവത്തിന്റെ ഗ്രഹമാകുന്ന ഒരു ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു, ആത്മീക യാഗം കഴിക്കത്തക്ക ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു എന്ന് നമ്മൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്രഹമാണ്. ഗ്രഹം എന്ന് പറയുന്നത് വസിക്കുവാനായിട്ടാണ്. വീട് എന്നാണ് അതിന്റെ അർത്ഥം. വീട് നമുക്ക് വസിക്കുവാനായിട്ടാണ്. അപ്പോൾ ദൈവം വസിക്കുന്നതായിട്ടുള്ള, ദൈവത്തിന്റെ സഭയെ നടത്തുന്നതായിട്ടുള്ള ആളുകൾ, അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ യോഗ്യതയും അവർക്കുണ്ടായിരിക്കണം. അവര് ഗ്രഹവിചാരകന്മാരായിരിക്കയാൽ ആ ഗ്രഹത്തിന്റെ വിചാരകത്വമാണ് അവർ നയിക്കുന്നതിനാൽ അനിന്ദ്യനായിരിക്കണം. അത് നിന്ദിക്കപ്പെടുവാനായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവരിൽ ഉണ്ടാവരുത്. പിന്നെ പറയുന്നത് തന്നിഷ്ടക്കാരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം നോക്കി ജീവിക്കുന്ന ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം, തന്നിഷ്ടം. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ പാസ്റ്റർമാര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂപ്പന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് അവരെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ അവര് തന്നിഷ്ടക്കാരായിട്ട് മാറുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അംഗമായിരുന്ന സഭകളിലൊക്കെ അവിടുത്തെ മിഷണറിമാരായിരിക്കുന്ന ആളുകൾ അവരുടെ സഭകളിലെ മൂപ്പന്മാരെ കുറിച്ച് പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, വളരെയേറെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവര് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, സഭകളിലെ പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാന കാരണം മൂപ്പന്മാരാണ്. അവരുടെ ഒരു പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതാണ്. രണ്ടാമത്, മൂപ്പന്മാരെ നിയമിക്കുന്നതിന് മുമ്പ് സഭ ഒരുവിധം നന്നായി പോകും. മൂപ്പന്മാരെ നിയമിച്ചു കഴിഞ്ഞാൽ ഈ മൂപ്പന്മാരുടെ സ്വഭാവം എല്ലാം വളരെ വ്യത്യസ്തമാകും എന്നാണ്. അപ്പോൾ ഈ തന്നിഷ്ടക്കാരായിട്ട് മാറുകയാണ്. എന്തോ ഒരു അധികാരം കിട്ടി, ഞാൻ ഏതെങ്കിലും ഒരു വലിയവനാണ്, അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ കീഴെയാണ്, അവരുടെ മേൽ അധികാരം നടത്തുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള നിലയിലൊക്കെ ചിന്തിച്ചിട്ട് അവര് ദൈവത്തിന്റെ കൃപ വിട്ടു പോവുകയും അവര് തന്നെ സഭയ്ക്ക് ഗുണകരമാകേണ്ടതിന് വേണ്ടി നിയമിച്ചിരിക്കുന്നതായിട്ടുള്ള മൂപ്പന്മാർ സഭയ്ക്ക് തന്നെ ദോഷമായിട്ട് തീരുന്ന, ഈ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്ന ഒരു ചൊല്ല് നാം കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ മൂപ്പന്മാർ സഭയെ നടത്തുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്നതിന് പകരം സഭകളുടെ പരാജയത്തിനും വീഴ്ചയ്ക്കും അതിൻ്റെ നാശത്തിനും മൂപ്പന്മാർ ഇടയാകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ തന്നിഷ്ടക്കാരായി പോകുന്നു എന്നുള്ളതാണ്. അവരുടെ സ്വന്തം ഇഷ്ടം, അവരുടെ ഏകാധിപത്യ മനോഭാവം. സഭയിൽ ജനാധിപത്യം വേണമെന്നല്ല, സഭയിൽ എപ്പോഴും ദൈവാധിപത്യമാണ് വേണ്ടത്. ദൈവവചനത്തിന്റെ ഒരു നിർദ്ദേശങ്ങൾക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് എപ്പോഴും സഭ മുമ്പോട്ട് പോകേണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ സഭകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഒന്നുകിൽ അവര് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോകും, തന്നിഷ്ടക്കാരായിട്ട് പോകും. അത് സഭയ്ക്ക് ഏറെ ദോഷം ചെയ്യുന്നുണ്ട്. ഇതിന് മറ്റൊരു വശവും കൂടെ ഉണ്ട്. അതിവിടെ യഥാർത്ഥത്തിൽ കാണിച്ചിട്ടില്ല, അങ്ങനെ ഒരു വാക്ക് നമുക്കിവിടെ ഇല്ല എങ്കിലും ഇന്ന് മറ്റൊരു കാര്യം തെറ്റിപ്പോകുന്നതായിട്ടുള്ള മേഖല എന്ന് പറയുന്നത്, അവര് ബാക്കിയുള്ളവരെ പ്രസാദിപ്പിക്കുക, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് അവർ തീരുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ സ്വയം പ്രസാദിക്കുന്നതിന് വേണ്ടി, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അവർ നിൽക്കും. അതല്ല എങ്കിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അവർ നിൽക്കും. ഇത് രണ്ടും ചെന്നെത്തുന്നത്, ഈ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇതേ വാക്യത്തിൽ അവസാനത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്, ദുർലാഭ ബോഹി മരുത് എന്ന്. ദുർലാഭ മോഹം വരുമ്പോഴാണ് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം. പ്രിയമുള്ളവർ, ഒരിക്കലും ഒരു ദൈവസഭയെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോവുകയോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടു കൊടുക്കുകയോ ചെയ്യുന്നത് ഭൂഷണമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു സഭയെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം നടക്കുകയുള്ളൂ. പലപ്പോഴും അങ്ങനെ ഈ പാസ്റ്റർമാർക്ക് ട്രാൻസ്ഫർ ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സഭയുടെ ചാർജ് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും എങ്ങനെയെങ്കിലുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക. അതുകൊണ്ട് അവര്
ആളുകളെ എങ്ങനെ പ്രസാദിപ്പിക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള തലത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആളുകൾ സഭയിൽ ഉണ്ടാവുമല്ലോ. അവരെയൊക്കെ എങ്ങനെ സുഖിപ്പിച്ചും അവരെയൊക്കെ എങ്ങനെ സന്തോഷിപ്പിച്ചും പ്രസാദിപ്പിച്ചും നടക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇങ്ങനെ ഇടയന്മാർ ചെയ്യുന്നതായിട്ടൊരു കാര്യം. അങ്ങനെ ഒരു സഭ മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സഭയിൽ യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്രഹമാണല്ലോ. ആ ഗ്രഹത്തിന്റെ നിർമ്മാണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചുകൊണ്ടോ സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ടോ അത് കൊണ്ടുനടക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ കോപിയരുത്, മദ്യപ്രിയനരുത്, തല്ലുകാരനരുത്. നമുക്കറിയാമല്ലോ, എപ്പോഴും ഒരു കോപിയായിട്ടുള്ള മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കോപിച്ച് ബഹളം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ദൈവസഭയെ ശുശ്രൂഷിക്കുവാനായിട്ടോ നടത്തുവാനായിട്ടോ കഴിയുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ മദ്യപ്രിയനോ തല്ലുകാരൻ, ദുർലാഭമോഹം, ഈ ദുർലാഭമോഹിയമരുത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് തങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ എന്ന് പറയുമ്പോൾ ഈ ആട്ടിൻകൂട്ടത്തെ ഉപയോഗിച്ച് സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ നേടുവാനായിട്ട് ഉള്ള ഒരു പ്രവണതയും ശ്രമവും ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പം തിമോത്തിയോസിനോട് പറയുന്നത് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിച്ചു കൊള്ളുക എന്ന് നാം വിചാരിച്ചു കൊള്ളുക. അതായത് ദൈവസഭയെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സഭയിൽ നിന്ന് സ്വീകരിക്കാവുന്നതായിട്ടുള്ള സഹായം എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം പരിധി എന്ന് പറയുന്നത് ഉണ്ണാനും ഉടുക്കാനും എന്നുള്ളത് മാത്രമാണ്. സഭയുടെ ചെലവ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ ഒരു ശുശ്രൂഷകന്റെ ചെലവിലേക്ക് സഭയിൽ നിന്ന് എടുക്കാവുന്നതായിട്ടുള്ള മാക്സിമം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ മൂപ്പന്മാരായിട്ടുള്ള ആളുകൾ അതിഥിപ്രിയരായിരിക്കണം. അതിഥിപ്രിയരായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വരാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കുവാനും ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വരാനും അവരോട് കൂടെ സമയം ചെലവഴിക്കുവാനും ഒക്കെയുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം എപ്പോൾ വേണമെങ്കിലും ഒരു ഇടയന്റെ ഭവനത്തിലേക്ക് എനിക്ക് കയറി ചെല്ലാം എന്നുള്ളതായ ഒരു സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിഥിപ്രിയൻ എന്ന് പറയുമ്പോൾ അവർ വരുന്നവർക്കെല്ലാം വളരെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ആളുകളെ വീട്ടിൽ സങ്കോചമില്ലാതെ സ്വീകരിക്കുകയും അവർക്ക് ഉള്ളതിൻ്റെ ഒരു പങ്ക് ഷെയർ ചെയ്യാനായിട്ടും മനസ്സുള്ള ആളുകളായിരിക്കണം. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലാണ് അതിഥിപ്രിയരായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ സൽഗുണപ്രിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളുടെയും ഒരു പ്രിയനായിരിക്കണം, സുബോധശീലനായിരിക്കണം, നീതിമാനായിരിക്കണം, നിർമ്മലനായിരിക്കണം, ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളുടെ മേൽ ജയമുള്ളവനായിരിക്കണം. പിന്നെ പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസി വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ അവർ നല്ലവരായിരിക്കണം എന്ന് മാത്രമല്ല, അവര് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവരുമായിരിക്കണം. അതായത് എന്തെങ്കിലും കേട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് അതാണോ ശരി ഇതാണോ ശരി എന്ന് ബോധ്യമില്ലാതെ ഇരിക്കുന്നതായിട്ടുള്ള ആളുകളല്ല. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനത്തെ മുറുകെ പിടിക്കുന്നതായിട്ട് അത് അറിയാവുന്നവർക്ക് മാത്രമേ അത് മുറുകെ പിടിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതായത് പഥ്യോപദേശം, ദൈവവചനത്തിലെ പഥ്യോപദേശങ്ങളും ധർമ്മോപദേശങ്ങളും ഒക്കെ യാതൊരു സംശയത്തിനും ഇടകൊടുക്കാത്ത നിലയിൽ അത് പഠിപ്പിക്കുവാനായിട്ട് അത് വിശ്വസിക്കുന്നവരും അത് മുറുകെ പിടിക്കുന്നവരുമായിരിക്കണം. അത് വിശ്വസിക്കണമെങ്കിൽ ആദ്യം അത് പഠിക്കേണ്ടത് ആവശ്യമാണല്ലോ. അത് മുറുകെ പിടിക്കണം. അത് മാത്രവുമല്ല, ഈ പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. വിരോധികൾക്ക് ബോധം വരുത്തുവാനായിട്ട് ഉള്ള ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ച് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവർ ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണമെന്നാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന്. അപ്പോൾ ഉപദേശിപ്പാൻ സമർത്ഥൻ, അവരുടെ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്, മൂപ്പന്മാരുടെ അല്ലെങ്കിൽ ഇടയന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിപാലനം എന്നുള്ളത് ഒരു പ്രധാന മേഖലയായിരിക്കുമ്പോൾ തന്നെ അവര് ഉപദേഷ്ടാക്കന്മാർ കൂടിയാണ്. നമുക്ക് ഉപദേഷ്ടാക്കന്മാരും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇടയ ശുശ്രൂഷയും ഉപദേഷ്ടാവ് എന്ന ശുശ്രൂഷയും
അത് ഒരു മൂപ്പന്റെ ശുശ്രൂഷയിൽ തന്നെ പെടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മൂപ്പൻ എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള വചനത്തിന്റെ കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളുള്ളവരായിരിക്കണം. ആ ബോധ്യങ്ങൾ അവരിൽ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക്, ഇവിടെ പറയുന്ന ഭാഷയിലാണെങ്കിൽ വിരോധികൾക്ക്, അതായത് അതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അത് ബോധ്യം വരുത്തുവാൻ കഴിയുന്ന പ്രാപ്തി അവരിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ആ പ്രാപ്തി എന്ന് പറയുന്നത് അത് മാനുഷികമായിട്ടുള്ള ഒരു പ്രാപ്തിയല്ല, അത് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ഒരു കൃപയാണ്. ഇടയന്മാരും ഉപദേഷ്ടക്കന്മാരും എന്നൊക്കെ പറയുന്നത് സഭകൾക്ക് കൊടുക്കുന്ന, ദൈവം കൊടുക്കുന്ന ദാനത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ദാനങ്ങളിൽപ്പെട്ടതാണ് എന്ന് നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാനുഷികമായിട്ടുള്ള പ്രാപ്തിയല്ല, മറിച്ച് ദൈവാത്മാവിനാൽ ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള പ്രാപ്തിയുള്ള ആളുകളായിരിക്കണം. പത്യോപദേശം തന്നെ ഇന്ന് അറിയാവുന്നതായിട്ടുള്ള ആളുകൾ ഇന്ന് സഭകളിൽ വളരെ കുറവാണ്. വളരെ ദൈവവചന വിരുദ്ധമായ, പത്യോപദേശത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ പോലും അത് വിരുദ്ധമാണ് എന്ന് പോലും മനസ്സിലാക്കാനായിട്ടുള്ള, സത്യം അറിഞ്ഞില്ലെങ്കിൽ പോലും, ശരിയേത് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും തെറ്റ് കേൾക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് ചിന്തിക്കുവാൻ പോലും പ്രാപ്തിയില്ലാത്തതായ, അറിവില്ലാത്തതായിട്ടുള്ള ആളുകളാണ് ഇന്ന് സഭകളിൽ ഈ നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷവും. ചില ഒഴിവുകൾ മാത്രമേ അതിനകത്തുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് കാരണം തന്നെ ഒരു മൂപ്പന്മാരായിരിക്കുന്ന ആളുകൾക്ക് പറയുന്നതായിട്ടുള്ള യോഗ്യതകളൊന്നും അവര് പരിഗണിക്കുന്നില്ല. അവര് ഏതെങ്കിലും ഒരു സെമിനാരിയിലോ ബൈബിൾ കോളേജിലോ ഒക്കെ പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡിഗ്രി സമ്പാദിക്കുക, പിന്നെ വിവാഹം കഴിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ, ഏകഭാര്യയുള്ളവനായിരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് വിവാഹം കഴിക്കണം എന്നുള്ളതായ ഒരു നിയമം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹവും കഴിഞ്ഞ് ഒരു ബൈബിൾ കോളേജ് ഡിഗ്രിയും ഉണ്ടെങ്കിൽ അവരെയാണ് ഇന്ന് സഭയിൽ പാസ്റ്റർമാരായിട്ട് നിയമിക്കുന്നത്. അങ്ങനെ നിയമിക്കുമ്പോൾ അവരിൽ ആർക്കും ഈ ശരിയായിട്ടുള്ള ഉപദേശമൊന്നും അറിയാനായിട്ട് അവർക്ക് കഴിയില്ല. ഞാൻ ബൈബിൾ കോളേജിൽ നിന്നൊരു ഡിഗ്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാം അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നതും നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തോട് നമുക്കൊരിക്കലും വെള്ളം ചേർക്കുവാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ നാം വായിക്കുമ്പോൾ മൂപ്പന്മാർക്ക് ഈ യോഗ്യതകളൊക്കെ വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പിന്നെ വരുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഇതൊക്കെ മൂപ്പന്മാർക്ക് വേണം, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നുവെങ്കിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടതായ വിശ്വാസികളാണ്. നമ്മളുടെ ചിന്താമണ്ഡലം വളരെ വഷളായി പോയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ദൈവവചനം ആഗ്രഹിക്കുന്നത്, എബ്രായലേഖനത്തിൽ നാം വായിക്കുമ്പോൾ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾ. അപ്പോൾ ഒരു കാലഘട്ടം, വിശ്വാസ ജീവിതത്തിൽ ഒരു കാലഘട്ടം നാം പിന്നിടുമ്പോൾ ഈ ഉപദേഷ്ടാക്കന്മാർക്ക് വേണ്ടുന്നതായിട്ടുള്ള ആത്മീക പക്വതയിലേക്ക് എല്ലാ വിശ്വാസികളും കടന്നു വരണം എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ താല്പര്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, മൂപ്പന്മാർക്ക് കുറ്റമുണ്ടാകാൻ പാടില്ല, എന്നാൽ ഇടയന്മാർക്ക് കുറ്റമുണ്ടാകാൻ പാടില്ല, ആടുകൾക്ക് കുറ്റമുണ്ടാകാം, അങ്ങനെ വചനത്തിലുണ്ടോ? ഇല്ല. മൂപ്പന്മാർക്ക് ഏക ഭാര്യയെ പാടുള്ളൂ, എന്നാൽ ആടുകൾക്ക് ഒന്നിലധികം ഭാര്യമാരാകാം, ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ അനിന്ദ്യനായിരിക്കണം, മൂപ്പൻ അനിന്ദ്യനായിരിക്കണം, അത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ആടുകൾക്ക് ബാധകമല്ല എന്നുണ്ടോ? ഇല്ല. മൂപ്പന്മാർ തന്നിഷ്ടക്കാരനാവരുത്, എന്നാൽ വിശ്വാസികൾക്ക് തന്നിഷ്ടക്കാരനാകാൻ അനുവാദമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ കോപം, മദ്യപ്രിയം, തല്ലുകാരൻ, ദുർലാഭമോഹം, അതിഥി സൽക്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അത് വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമാണ്. പത്രോസ് ലേഖനത്തിൽ പിറുപിറുപ്പ് കൂടാതെ അന്യോന്യം അതിഥി സൽക്കാരം ആചരിപ്പിൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു തലത്തിലേക്ക് പല വിശ്വാസികളും വളർന്നില്ലെങ്കിലും അങ്ങനെ വളർന്നിട്ടുള്ളതായ ആളുകൾക്ക് മാത്രമേ മൂപ്പന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവവചനം അനുവദിക്കുന്നുള്ളൂ. പക്ഷെ എല്ലാവരും അതിഥി സൽക്കാര പ്രിയരായിരിക്കണം എന്നുള്ളതാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒരു സഭയിലെ വിശ്വാസികൾക്ക് ബാധകമാണ്. പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നു ഈ തീത്തോസിന് ഈ ക്രേത്തയിലെ സഭകളിൽ മൂപ്പന്മാരെ നിയമിക്കണമെന്ന് പറയുമ്പോൾ ഈ ക്രേത്തയിലെ സഭയ്ക്ക് വലിയ പഴക്കമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു 5-10 വർഷത്തിൽ കൂടുതലൊന്നും പഴക്കം അന്നുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൽ ചില വർഷങ്ങൾ നാം പിന്നിട്ടാൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടതായിട്ടുള്ള യോഗ്യതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മൂപ്പന്മാർ എല്ലാ വിധത്തിലും യോഗ്യരായിരിക്കണം, അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് വ്യാപകമായിട്ട് എല്ലാ സഭകളിലും ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നെങ്കിൽ ആ ചിന്ത വളരെ അസ്ഥാനത്താണ്. അവര് ദൈവകൃപയിൽ അവര് നിലനിൽക്കുന്നുവെന്നോ അവര് വളരുന്നുവെന്നോ അവരുടെ ആത്മീയ കാഴ്ചപ്പാട് ഒരിക്കലും ദൈവവചനത്തോട് ചേരുന്നതല്ല. എനിക്ക് എന്തു ആകാം, പക്ഷെ ല്ല എന്ന് ചിന്തിക്കുന്ന ചിന്ത, അത് വളരെ ബാലിശമായ ദൈവവചന വിരുദ്ധമായിട്ടുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നവരെ കുറിച്ച് വലിയ പ്രതീക്ഷിക്കൊന്നും നമുക്ക് വകയില്ല. അപ്പോൾ ഒരു മൂപ്പൻ എന്ന ശുശ്രൂഷ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള യോഗ്യതകളും നമ്മിൽ വളർത്തേണ്ടതായിട്ടുള്ള യോഗ്യതകളും, ഇതിനകത്ത് നമ്മളിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഏക ഭാര്യയുള്ള ആളായിരിക്കണം, അത് നിർബന്ധമാണ്. അതിന് 2 ഭാര്യമാരുള്ളതായിട്ടുള്ള ആളുകൾക്ക് അവരെത്ര മറ്റ് യോഗ്യതകളുള്ളവരാണെങ്കിലും അവരെ പരിഗണിക്കുവാനായിട്ട് കഴിയില്ല. ദുർനടപ്പിന്റെ സ്തുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം. അപ്പോൾ മക്കൾ വിശ്വാസികളുമല്ല, അനുസരണം കെട്ടവരുമാണ്. ദുർനടപ്പിന്റെയൊക്കെ സ്തുതി ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കാലത്തും ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ തന്നിഷ്ടക്കാരൻ, കോപം, മദ്യപ്രിയൻ, തല്ലുകാരൻ, ദുർലാഭം, ഇതിനകത്തൊക്കെ അതിസൽക്കാരം, സൽഗുണപ്രിയൻ, സുബോധശീലൻ, നീതിമാൻ, നിർമ്മലൻ, ജിതേന്ദ്രിയൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായോഗിക വിശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വളർത്തിയെടുക്കാൻ കഴിയാത്തതായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ നില എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് പത്യോപദേശം വളരെ വ്യക്തമായി അവരെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ പത്യോപദേശം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്കൊരിക്കലും അത് ആരെയും ഉപദേശിക്കുവാനായിട്ടും കഴിയില്ല എന്ന് നമുക്കറിയാമല്ലോ. നമുക്കറിയാവുന്നതേ മറ്റുള്ളവരെ ഉപദേശിക്കുവാനായിട്ട് കഴിയുള്ളൂ. പത്യമായ ഉപദേശം, വചനത്തിലെ നിർമ്മലമായ ഉപദേശ സത്യങ്ങളെ വളരെ കൃത്യമായി അത് അറിയുവാനും അതുപോലെ തന്നെ അതിനെതിരെ വരുന്നതായിട്ടുള്ള ആളുകളെ അത് ബോധം വരുത്തുവാനുമുള്ള, അതായത് ഉപദേശിപ്പാൻ സമർത്ഥനെന്നോ അല്ലെങ്കിൽ വിരോധികൾക്ക് ബോധം വരുത്തുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതായ അതൊക്കെ ദൈവം നൽകുന്നതായുള്ള പ്രാപ്തിയാണ്. ഇന്ന് പലപ്പോഴും സഭകളിൽ നമുക്ക് അറിയാം, മൂപ്പന്മാരെ നിയമിക്കുന്നതിന് ആധാരമായിട്ട് എടുക്കുന്നത് ഒരു പക്ഷേ അവിടെയുള്ള ഏറ്റവും സ്വാധീനമുള്ള വാക്സാമർത്ഥ്യം കൊണ്ടോ സാമ്പത്തിക നില കൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ ഒരു പ്രാവീണ്യമുള്ള ആളുകളെയാണ് പൊതുവെ മൂപ്പന്മാരായിട്ട് സഭകളിൽ തിരഞ്ഞെടുക്കാറുള്ളത്. അത് വളരെ വളരെ സങ്കടകരമായ കാര്യമാണ്. അത് ദയനീയമെന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ളൂ. പിന്നെ മൂപ്പന്മാരെ നിയമിച്ചാക്കുന്ന ആളുകളോടുള്ള വിധേയത്വം, അതിന് നിയമിക്കുന്ന ആളുകൾക്ക് അവരെ കണക്കാക്കാറുണ്ട്. മനുഷ്യനോടുള്ള വിധേയത്വമല്ല, ദൈവത്തോടുള്ള സമർപ്പണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, അതല്ലാതെ മനുഷ്യനോടുള്ള വിധേയത്വമല്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും സഭകൾക്ക് മൂപ്പന്മാർ ഒരു ബാധ്യതയായി തീരുന്നു. മൂപ്പന്മാർ എന്ന് പറയുന്നത് സഭയ്ക്ക് അപ്പന്മാര് ആയിട്ടുള്ള അപ്പന്റെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ഒരു പിതാവിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് സഭയിലെ മൂപ്പന്മാര്. എന്നാൽ അവര് പല സഭകൾക്കും അനേക സഭകൾക്കും ഇന്ന് മൂപ്പന്മാർ എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ് എന്ന് അവിടെയുള്ള വിശ്വാസികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, അവിടെയുള്ള വിശ്വാസികളാണല്ലോ മൂപ്പന്മാരെ നിയമിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്.
നേരിട്ടോ പരോക്ഷമായിട്ടോ. ചില സഭകളിലൊക്കെ വിശ്വാസികളാണ് അവിടെ ആരാണ് ഞങ്ങൾക്ക് മൂപ്പനാകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. മറ്റു ചില സ്ഥലങ്ങളിൽ വിശ്വാസികളുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാണ് അവരുടെ മിഷണറിമാരായിട്ടുള്ള ആളുകൾ അവിടെ മൂപ്പന്മാരെ നിയമിക്കുന്നത്. ഇത് രണ്ടാണെങ്കിലും വിശ്വാസികളാണ് മൂപ്പന്മാരെ നിയമിക്കുന്നതിൽ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ പങ്കാളികൾ എന്നുള്ളത് നമുക്കറിയാം. ഒരു സഭ എത്രത്തോളം ആത്മീയമായിട്ട് വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം ഗുണമുള്ള മൂപ്പന്മാർ മാത്രമേ ആ സഭയിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. വിശ്വാസികളുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ് അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ. വിശ്വാസികൾക്ക്, ആടുകൾക്ക് അവര് ആത്മീയമായിട്ടുള്ള പത്യോപദേശത്തിലും ആത്മീയമായിട്ടുള്ള ഗുണങ്ങളിലും അതുപോലെ തന്നെ അവരുടെ യോഗ്യതകളിലും ഒക്കെ വളർന്നു വരുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സഭയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് സഭകളിൽ ഇന്ന് യോഗ്യന്മാരായിട്ടുള്ള മൂപ്പന്മാരുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ആ സഭകളിൽ അങ്ങനെ മൂപ്പന്മാരുണ്ടാകത്തക്കതായ ഒരു പഠിപ്പിക്കലുകളോ ജീവിത മാതൃകകളോ ഉപദേശങ്ങളോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മൂപ്പന്മാർ ബാധ്യതയായിത്തീരുന്നത്. പിന്നെ എങ്ങനെയാണ് പലപ്പോഴും പല സഭകളും മുമ്പോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ മൂപ്പന്മാരുടെ കുറ്റങ്ങളൊക്കെ വിശ്വാസികളും കണ്ണടയ്ക്കും. അപ്പോൾ വിശ്വാസികളുടെ കുറ്റങ്ങൾ മൂപ്പന്മാരും അങ്ങ് കണ്ണടയ്ക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുമ്പോട്ട് പോകുന്ന സഭകളാണ് ഇന്ന് ധാരാളം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മളൊരു ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ ബലി കഴിച്ചുകൊണ്ട് അതിൽ വെള്ളം ചേർത്തുകൊണ്ട് നമുക്കൊരിക്കലും ഒരു സഭയെ പണിയുവാൻ, ദൈവത്തിന്റെ ഗ്രഹത്തെ അങ്ങനെ പണിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ചില പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും, സംഘടനകളെ വളർത്തിയെടുക്കാം. ഈ അടുത്ത കാലത്ത് ഒരു സഭയിലെ ഒരു ശുശ്രൂഷകനുമായിട്ട് ഞാൻ മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ സംഘടന എന്നാണ്. സഭ എന്ന് പോലും അവരുടെ ആ ഗ്രൂപ്പിനെ അവർ പറയുന്നില്ല, ഞങ്ങളുടെ സംഘടന. അപ്പോൾ ഇന്ന് സംഘടനകൾ പണിയാനായിട്ടും സംഘടനകളെ നിലനിർത്താനായിട്ടും മാനുഷികമായിട്ടുള്ള പല തന്ത്രങ്ങളാലും നമുക്ക് സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ ഗ്രഹം പണിയുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള നിലവാരങ്ങൾ തന്നെ നാം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഈ ബോധ്യങ്ങൾ നമ്മുടെ സഭയിൽ എല്ലാവർക്കും ഉണ്ടാകുവാനും നമ്മുടെ സഭയിൽ ഇനിയും മൂപ്പന്മാരായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യോഗ്യന്മാരായിട്ടുള്ള ആളുകളും ഉണ്ടാകുവാനും നമ്മൾ പ്രാർത്ഥിക്കുകയും ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിനുള്ള പ്രാർത്ഥനയും ദൈവം അതിന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു, ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യങ്ങളും നമുക്ക് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചന പഠനം നമ്മളുടെ കാഴ്ചപ്പാടുകളെ ഒരു രൂപാന്തരത്തിലേക്കും ഒക്കെ നടത്തുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.